കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഇന്ന് എന്റെ കൂടെ ഉണ്ട്. പേര് ഉവൈസ് എന്നാണ്, സ്ഥലം തയ്യാറയാണ്. ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ മൈലേജിലേക്ക് വന്ന സമയത്ത് ആദ്യം നോക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ചെയ്ത ആളുകൾക്ക് പെണ്ണ് കിട്ടൂല എന്നുള്ളതായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇവരെ ഉപ്പ അവര് ഫോട്ടോ ആദ്യം കൊടുത്തു വിട്ടത് നമ്മളെ ഇന്നിപ്പോ ഇതേപോലെ ഷൂട്ടും ഫോട്ടോക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ ആണ് അമ്മോഷക്കത്തിനും ഉപ്പൊക്കെ എത്തുന്നത്. അപ്പൊ ഉപ്പ പറഞ്ഞു ആള് ഭയങ്കര എക്സിയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ബിസിനസ്സിന് കൂടെ കട്ടൊക്കെ ഉണ്ടെന്നുള്ള അർത്ഥം. തീർച്ചയായിട്ടും ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ന് ഒരുപാട് കാര്യം സംസാരിക്കാനും പറയാനും നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. നമ്മുടെ ആയിഷ മാഡം ഉണ്ട്. അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാനിരിക്കുന്നത്, കൂടുതൽ സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം നിങ്ങൾ പറയുന്നു. ഒരു പക്ഷെ ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഒരു പക്ഷെ ഇന്ന് പല ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ സമയം കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ മുതലാളി എന്ത് ചെയ്യുന്നു? സാമ്പത്തികമായിട്ടല്ലേ കോടീശ്വരൻ ആവുന്നു. പക്ഷെ നിങ്ങൾക്ക് കോടീശ്വരൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ പോലെ നിങ്ങൾ താഴെ വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ലെൻസ് അക്കാദമി അതിന് എല്ലാവിധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിലൂടെ വലിയ രൂപത്തിലേക്കുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി ഇസ്മാൽ സാറാണ്. നല്ലൊരു കാര്യത്തിൽ ഇസ്മാൽ സാറിന് കൊടുക്കാം. കാരണം ഈ ലെൻസ് അക്കാദമിയുടെ പ്രോഗ്രാം ഇത്രയും വളരെ കളർഫുൾ ആയിട്ട് ഒരു സമയത്ത് കഴിഞ്ഞ മെഗാസാഗ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഇസ്മാൽ സാർ ഒരുപാട് സ്ട്രെസ്സുകൾ എടുത്തിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ നമ്മുടെ മെഗാസാഗ അത് ഞങ്ങൾ ടീം ഒരുമിച്ചെടുത്തിട്ട് പവർഫുൾ ആയിട്ട് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനെ ഫ്രീ ആക്കി കൊടുത്തിട്ട് ഞങ്ങളെ ഈ കളർഫുൾ ആക്കിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നുള്ള ഒരുപാട് എല്ലാ വ്യക്തിത്വം എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.